അവിടുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് അവിടെ ചെല്ലുമ്പം തന്നെ ഈ കുതിരക്കാർ വരുന്നു. കുതിരക്കാർ വന്നിട്ട് അവിടേക്ക് പോകാൻ നിർബന്ധിക്കുന്നു. 2000 രൂപയാണ് ആദ്യം പറയുന്നത്. നമ്മൾ താല്പര്യപ്പെട്ടില്ല. പിന്നെ 1000 പറയുന്നു, 500 പിന്നെ മോന് അവിടെ ഈ മഞ്ഞിൽ കളിച്ചുള്ള ഒരു അസ്വസ്ഥതയുള്ളത് കൊണ്ടും താല്പര്യം പ്രകടിപ്പിക്കാഞ്ഞതുകൊണ്ടാണ് ഞങ്ങളുടെ ടീമിൽ പലരും അങ്ങോട്ടേക്ക് പോകാതിരുന്നത്. അത് മാത്രമല്ല, ഈ ഞങ്ങളുടെ ടീമിന്റെ തൊട്ടു മുമ്പുള്ളവര് ഈ കുതിരപ്പുറത്ത് പോയിക്കൊണ്ടിരുന്നു. അവിടെ ഈ സംഘർഷം ഉണ്ടായി, വെടിശബ്ദമൊക്കെ കേട്ട് കുതിരകൾ തിരിച്ചു പോയതുകൊണ്ട് ബഹളം വെച്ചതുകൊണ്ടും തന്നെ അങ്ങെത്താതെ രക്ഷപ്പെട്ട നിരവധി മലയാളികളുണ്ട്. വളരെ ഞങ്ങള് കൊച്ചിയിലെ ഒരു ഫോർച്യൂൺ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ് കാശ്മീർ പോകുന്നത്. 19-ാം തീയതി അവിടെ എത്തി. വൈകുന്നേരത്ത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഫ്ലൈറ്റില് 19 മുതൽ 23 വരെ ആയിരുന്നു ആ ടൂർ പാക്കേജ് ഉണ്ടായിരുന്നത്. അപ്പോ 21-ന് ഈ പറയുന്ന പഹൽഗാം സന്ദർശിക്കാനായിരുന്നു പ്ലാൻ. അപ്പൊ 21-ന് വേണ്ടി നമ്മൾ കാശ്മീർ ജമ്മു റോഡിലേക്ക് പോകുമ്പോൾ അവിടെ കനത്ത മഴയുണ്ടാവുകയും മണ്ണിടിച്ചിലുണ്ടാകുന്നു എന്നുള്ള അറിയിപ്പിന്റെ ഭാഗമായിട്ട് സൈന്യം വഴിയിൽ വെച്ച് തടഞ്ഞു. അന്ന് യാത്ര അനുവദിച്ചില്ല. തൊട്ടടുത്ത ദിവസമാണ് നമ്മൾ വീണ്ടും ഈ പഹൽഗാമിലേക്ക് പോകുന്നത്. തൊട്ടടുത്ത ഈ ഭീകരാക്രമം ഉണ്ടായ 22-ന് കാശ്മീരിലെ ശ്രീനഗറിൽ നിന്ന് പുറപ്പെട്ട് രാവിലെ പുറപ്പെടുന്നു. ഉച്ചയോടുകൂടി പഹൽഗാമിലെത്തുന്നു. ധാരാളം മലയാളികൾ ഉണ്ടായിരുന്നു. കാര്യം തലേന്ന് ആ ഭാഗത്തേക്ക് ഈ മണ്ണിടിച്ചിലുണ്ടായിരുന്ന സാഹചര്യത്തിൽ പ്രവേശനം അനുവദിക്കാതിരുന്നത് കൊണ്ട് തലേന്ന് പോകേണ്ടിയിരുന്ന മലയാളികൾ ഉൾപ്പെടെ പഹൽഗാമിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പഹൽഗാമിൽ വളരെ കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യമുള്ള ഒരു സ്ഥലമല്ല. അതുകൊണ്ട് ഒരുപാട് പേർക്ക് ഈ ഭക്ഷണം കിട്ടാനും താമസം നേരിട്ടു. ഞങ്ങൾക്ക് ആദ്യം ഭക്ഷണം കിട്ടി ഞങ്ങൾ പുറപ്പെട്ടു. വാലീസ് ആണ് കൂടുതലും. ഈ ബേത്താ വാലി, ഒരു ഹിന്ദി സിനിമ എടുത്തുകൊണ്ടാണ് അത് ബേത്താ വാലി എന്ന് പറയുന്നത്. ചന്ദൻ വാലി, ബേട്ടാ വാലി, അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലാണ് ഈ ബൈസറൻ വാലി ഉള്ളത്. മിനി സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറഞ്ഞ് വളരെ ആകർഷകമായ സ്ഥലമാണ്. ഞങ്ങൾ അവിടെ ചെല്ലുന്നു. അവിടെ എല്ലാവരും, കുഞ്ഞുങ്ങളെ ഉൾപ്പെടെയുള്ളവർ, വൃദ്ധരുണ്ട്, ബാക്കിയുള്ള ആളുകൾ ഉൾപ്പെടെ അവിടെ ആ താഴ്വരയിലും മഞ്ഞിലും ആ മലയിലും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ ഈ മലമുകളിലുണ്ട്. മലമുകളിലേക്ക് കയറിയപ്പോൾ വെടിശബ്ദം കേട്ടു. വെടിവെപ്പിന്റെ ശബ്ദം ആണെങ്കിൽ പോലും ഇപ്പോൾ വലുതായി നമുക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. കാര്യം സ്വാഭാവികമായി ഉണ്ടായെന്തോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന് കരുതി. വളരെ പെട്ടെന്ന് തന്നെ ഫോഴ്സിലുണ്ടായിരുന്നവരും ലോക്കൽ ഡ്രൈവേഴ്സാണ് ഓടി വരുന്നിട്ട് എത്രയും പെട്ടെന്ന് വണ്ടിയിൽ കയറാൻ ആവശ്യപ്പെടുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ യാത്രക്കാരെയും വണ്ടികളെന്ന് പറയുന്നത്, നമ്മൾ അവിടെ എത്തിയത് ഈ പഹൽഗാമിന് തൊട്ടു മുമ്പ് തന്നെ നമ്മളെ വലിയ വണ്ടികൾ നിർത്തി അവരുടെ ലോക്കൽ വാഹനങ്ങൾ മാത്രമാണ് ഈ പ്രദേശത്ത് എത്താൻ കഴിയുന്നത്. പെട്ടെന്ന് തന്നെ നമ്മളെ കാശ്മീരികൾ ഉൾപ്പെടെയുള്ള ഡ്രൈവർമാരും സൈന്യവും പാരാമിലിറ്ററി ഉൾപ്പെടെ ഉള്ള ഒരു വണ്ടി കയറ്റി തിരിച്ച് നമുക്ക് പെട്ടെന്ന് പോകാൻ കഴിയില്ല. എന്താണ് സംഭവിക്കുന്നതെന്നും അറിയുന്നില്ല. ഈ ഭീകരത നമുക്ക് ബോധ്യപ്പെടുന്നില്ല. എന്തോ സ്വാഭാവികമായി കാശ്മീരിൽ ഉണ്ടാകാവുന്ന ഒരു സ്വരച്ചേർച്ചയില്ലായ്മയോ വലിയ ഒരു ചെറിയ സംഘർഷമൊക്കെ ആയിരിക്കും എന്നാ കരുതി. അപ്പോ പക്ഷെ ഈ ഡ്രൈവർമാർ എന്തൊക്കെയോ എല്ലാം നഷ്ടപ്പെട്ടതുപോലെയുള്ള ഒരു ദയനീയ ഭാവമായിരുന്നു. പെട്ടെന്ന് ഞങ്ങളെ ഇങ്ങനെ വണ്ടിയിലേക്ക് കൊണ്ടുപോയി തിരിച്ച് ഈ അമർനാഥ് യാത്രക്കാർക്ക് വേണ്ടി ഉള്ള ഫസ്റ്റ് ബേസിനാണ്. ഫസ്റ്റ് അവരുടെ അമർനാഥ് യാത്രക്കാർ വന്ന് ആദ്യം തങ്ങുന്ന സ്ഥലത്തേക്ക് വണ്ടി നിർത്തിയപ്പോഴത്തേക്ക് എല്ലാം ഹെലികോപ്റ്റർ ധാരാളം വരുന്നു. ധാരാളം ആംബുലൻസ്,